നമ്മളെ പലപ്പോഴും പേഷ്യൻസായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഉണ്ടാകാറുണ്ട്. ഒരു ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവരതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് മുമ്പ് എപ്പോഴോ ഒരിക്കൽ അനസ്തീഷ്യക്ക് വേണ്ടി സ്പൈനൽ ഇഞ്ചക്ഷൻ കാല് ധരിപ്പിക്കാൻ വേണ്ടിയില്ല, സ്പൈനൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇഞ്ചക്ഷൻ ചെയ്തത് അതുകൊണ്ടാണ് മുമ്പ് നട്ടല് കുത്തിയതിൻ്റെ കൊണ്ടാണ് ഇപ്പോഴും ബാക്ക് പെയിൻ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിലെത്രത്തോളം സത്യത ഉണ്ട് എന്നുള്ളത് ഒരു അനസ്തറ്റിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും അധികം കൂടുതൽ ഈ നമ്മുടെ നാട്ടുകാരുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും കേൾക്കുന്ന ഒരു ചോദ്യം ശരിക്കും ഇതാണ്. അതായത് നട്ടലിൽ ഏതെങ്കിലും സർജറിക്ക് വേണ്ടി പലപ്പോഴും ഈ അരക്ക് താഴോട്ടുള്ള സർജറിയിലാണ് ശരിക്കും ഈ പുറകിലൂടെ ഇഞ്ചക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഈ പുറകിലൂടെ അതിൻ്റെ പേര് സംഭവം സ്പൈനൽ അനസ്തേഷ്യ എന്നാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നട്ടലിലല്ല ഇത് ഇഞ്ചക്ഷൻ വെക്കുന്നത്. നട്ടലിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗത്തേക്കാണ് ശരിക്കും ഇഞ്ചക്ഷൻ വെക്കുന്നത്. ഒരിക്കലും ആ എല്ലുമ്പോൾ തട്ടുന്ന പോലുമില്ല. പക്ഷെ ആൾക്കാർക്ക് പൊതുവേ പർട്ടിക്കുലർലി ഈ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ ഒരു മിസ്കൺസെപ്ഷൻ ശരിക്കും കൂടുതലായിട്ടുള്ളത്. നേരെ തിരിച്ച് ഇതേ ചോദ്യം ആലോചിച്ച് നോക്കുക. ഈ ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാരിൽ കൂടുതലും ഫീമെയിൽസ് ആയിരിക്കും. ഒരിക്കലും മെയിൽസ് ഈ അധികം പ്രശ്നം പറയാറില്ല. ഒന്ന് ഈ പ്രഗ്നൻസി ടൈമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റ് ഒന്ന് ഷിഫ്റ്റഡ് ആണ് പലപ്പോഴും. നമ്മുടെ നട്ടലിൻ്റെ ഷേപ്പ് തന്നെ, പ്രത്യേകിച്ച് പ്രഗ്നൻസി നമ്മൾ ഫ്രണ്ടിൽ വലിയൊരു വെയിറ്റ് വരുന്ന കാരണം നട്ടലിൻ്റെ ഷേപ്പ് തന്നെ മാറും ഒരു ടൈമിൽ. പിന്നെ അത് കൂടാതെ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ശരിക്കും നട്ടലിന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വയറ്റിലും അതുപോലെ ബാക്കിലുള്ള മസിൽസാണ്. അപ്പോൾ ഫ്രണ്ടിൽ സർജറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്പൈനിൻ്റെ സപ്പോർട്ട് ഒന്ന് കുറയും. അപ്പോൾ സ്പൈനിൻ്റെ സപ്പോർട്ട് കുറയുന്ന കാരണമാണ് ഈ പുറം വേദനയായിട്ട് വരുന്നത്. അതല്ലാതെ ഒരിക്കലും ഈ ഒരു അനസ്തേഷ്യ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ആൾക്കാർ അപ്പോഴല്ല ഈ ഡെലിവറി കഴിഞ്ഞ ഇമ്മീഡിയറ്റ് പീരീഡിലും അല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷവും പറയുന്നത് പണ്ട് ഈ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന് കുറച്ച് ഡേഞ്ചറസും കൂടെയാണ്. ഇങ്ങനെ ഈ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം കൊണ്ട് ഇവർക്ക് ബാക്ക് പെയിൻ ഉണ്ടായാലും ഇവർ വിചാരിക്കും പണ്ട് മയക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തതുകൊണ്ടുള്ള ഇതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം ഒരു സീരിയസ് അസുഖം തന്നെ ആയിരിക്കാം. അത് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാണ്ടോ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യാണ്ടോ വന്നിട്ട് അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലെത്തുമ്പോഴായിരിക്കും അത് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. അല്ലാതെ അങ്ങനെ തന്നെയാണ് അനസ്തീഷ്യ ഒ പി വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിൻ്റെയും ഒരു കോമൺ ക്വസ്റ്റ്യൻ ഇതാ, അതായത് ഇത് കഴിഞ്ഞാൽ പുറംവേദന ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പണി തന്നെയാണ്. പുറംവേദന ഉണ്ടാവില്ല, അല്ലെങ്കിൽ റാദർ ഇത് തീരെ കണക്റ്റഡ് അല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർക്ക് കുറേ മിസ്കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു സാധനമാണ് ICUലായിരിക്കുമ്പം നമ്മൾ റൈൽസ് ട്യൂബ്, മൂക്കിലൂടെ ട്യൂബ് ഇടുമല്ലോ, അത് ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാനൊക്കെ. ഇത് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ട് അത് അംഗീകരിക്കാനായിട്ടോ. കാരണം നമ്മൾ പറയും മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല, മൂക്കിൽ ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് വേദനിപ്പിക്കലല്ലേ, എന്തിനാ അങ്ങനെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ICUയിൽ കിടക്കല്ലേ, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയും. പക്ഷെ ആ ട്യൂബ് ഇട്ടാലുള്ള ഗുണങ്ങൾ അവർക്കത് അറിയാത്തതുകൊണ്ടാണ്. കാരണം അത് വേദനിപ്പിക്കലല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഒരാളെ ലൈഫ് നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള, നമുക്കിപ്പം ഉച്ച സമയമായി ഭക്ഷണം കഴിച്ചില്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അതായത് 3 നേരം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ റുട്ടീനായിട്ടുള്ള ഭാഗമാണ്. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള എനർജിയും ന്യൂട്രീഷനും കിട്ടാൻ വേണ്ട. പക്ഷേ ഒരാൾ ഹോസ്പിറ്റലിലായാലും ICUലായാലും കെടുക്കുന്ന സമയത്ത് എങ്ങനെ വന്നാലും ബോഡിക്കുള്ള കുറേ മെറ്റബോളിക് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടി എനർജി എന്തായാലും കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും റൈൽസ് ട്യൂബ് നമ്മൾ ഇടാൻ പറയുന്നത് തന്നെ. റൈൽസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിലൂടെ ഇടുന്ന ട്യൂബിനാണ് ശരിക്കും റൈൽസ് ട്യൂബ് എന്ന് പറയുന്നത്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സ്റ്റൊമക്കിലേക്ക് ഇടുന്നത്. അപ്പോൾ ശരിക്കും ഈ ഭക്ഷണം മാത്രമല്ലല്ലോ, കാരണം ആൾക്കാർക്ക് അത് നമുക്കിപ്പോൾ നോക്കിയിട്ട് 2 ദിവസം ഡ്രിപ്പായിട്ട് കൊടുത്താൽ പോലെ ഭക്ഷണം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം മാത്രമല്ല, ശരിക്കും മരുന്നുകളും അങ്ങനെ പല സാധനങ്ങളും അതിലൂടെ റൈൽസ് ട്യൂബിലൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ചിലപ്പം ഈ ഉള്ളിലുള്ള ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് വലിച്ച് പുറത്തേക്ക് കളയാനും നമുക്ക് ഈ റൈൽസ് ട്യൂബ് ഇടുന്നതിനോട് പറ്റും. പക്ഷേ ആൾക്കാർക്ക് ഇതൊന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലക്റ്റൻസിയാണ് പലപ്പോഴും കാണാറുള്ളത്. പിന്നെ അതുപോലെ ഉണ്ട് കുറേ നമ്മൾ ICUയിൽ തന്നെ ആവശ്യമായിട്ട് വരുന്ന കുറേ സാധനങ്ങൾ പറഞ്ഞു കഴിയുമ്പം എല്ലാം ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയം, ഇത് അവർക്ക് കൂടുതൽ വിഷമാണോ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ദോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം പേഷ്യൻസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതൊരു പക്ഷേ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുന്നതിലുള്ള പോരായ്മ കൊണ്ടും ആയിരിക്കാം കേട്ടോ. അതുണ്ടാവാം. പക്ഷെ കുറച്ച് വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മിസ്കൺസെപ്റ്റാണിത്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നട്ടലിൽ എപ്പോഴെങ്കിലും ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ബാക്ക് പെയിൻ ആയിരിക്കും. ആ രീതിയിലുള്ള മിസ്കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ, ഈവൻ ലൈഫ് സേവിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പോലും ആൾക്കാർ. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സത്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പലതും നടക്കില്ല. ഇപ്പം
ആൾക്കാർ ഓപ്പറേഷന് മുമ്പ് NPO, അതായത് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമല്ലോ. അപ്പം അത് 4 മണിക്കൂറില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യൂല, അതുകൊണ്ട് ഞാൻ 4 മണിക്കൂർ എൻ്റെ ഇടക്ക് കഴിച്ച കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി ഉണ്ടായൊരു ഇൻസിഡൻറ്റ്. അതായത് ഒരു സർജറിക്ക് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞ് പേഷ്യൻ്റ് ട്യൂബ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ എന്തെങ്കിലും കാരണവശാൽ ഭക്ഷണം പുറത്തേക്ക് വന്ന് തരിപ്പി കയറി പോകുന്നതിനാണ് ഈ ആസ്പിറേഷൻ എന്ന് പറയാം. അതായത് അത് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരാം, സെപ്സിസ് വരാം, ന്യൂമോണിയ വരാം. ഒരു കുട്ടി, പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, അതായത് കുട്ടിക്ക് അവരെ വല്യമ്മയോ ആരോ കുട്ടി കരഞ്ഞപ്പം ഈ ഫുഡ് കൊടുത്തു, വെള്ളം കൊടുത്തു, എന്തോ കൊടുത്തു. പക്ഷെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിലും കൊടുത്തതിന് ശേഷമാണ്. കാരണം എങ്ങാനും തരിപ്പി കയറി കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ത്രെറ്റനിങ് ആണ് പേഷ്യൻറ്റിന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടായത് ഇതുപോലെയായിരുന്നു. അതായത് പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്തു. അപ്പോൾ വൊമിറ്റ് ചെയ്തപ്പോൾ അതിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരാരോ ചോദിച്ചപ്പോൾ ഇങ്ങനെ വല്യമ്മ ആരോ കൊടുത്തതാണ്. സത്യം പറയാനുള്ള ഈ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയുന്നത് പറയുന്നത് ഇതും കൂടെ ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന് വേറൊരു കംപ്ലീറ്റ് ആസ്പെക്റ്റ് ഉള്ളത് ഈ ക്ലിനിക്കൽ ഇപ്പോൾ NPO എന്ന് പറഞ്ഞില്ലേ, NPO എന്ന് പറഞ്ഞാൽ നിൽ പെർ ഓറൽ എന്നുള്ള എത്ര സമയം നമ്മളൊരു സർജറിക്ക് മുന്നേ പേഷ്യൻറ്റ് ഭക്ഷണം കൊടുക്കാതിരിക്കണം എന്നുള്ള, ഇതൊക്കെ ആൾക്കാർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും കൃത്യമായിട്ട്. അപ്പോൾ ശരിക്കും ഇത് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ICUയിൽ കൗൺസിലിംഗ് ആയാലും പലപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു സർജറിക്ക് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഡയറക്റ്റ്ലി ക്ലിനിക്കൽ സ്റ്റാഫ് ആയിരിക്കില്ല, കൃത്യമായിട്ട് പല കോർഡിനേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കോർഡിനേറ്റേഴ്സായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫായിട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നോളേജ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും കൂടി ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മെഡിക്കൽ ആയിരിക്കണം, പാരാമെഡിക്കൽ ആയിരിക്കില്ല, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഓവറോൾ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ നോളേജ് ഉണ്ടെങ്കിലാണ് ഇത് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയണം, ആ നോളേജ് വേണം. അത് ഈ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ടൈമിൽ ഒരു കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്.